Hello my dear champions. എല്ലാവർക്കും എല്ലാ മക്കൾക്കും എല്ലാ പൊന്നു മക്കൾക്കും വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സുസ്വാഗതം മൈ ഡിയർ ചാമ്പ്യൻസ്. എല്ലാവരും സൂപ്പർ ഡൂപ്പർ എനർജറ്റിക് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ദേ പതിവ് പോലെ ഒരു ബിരിയാണി കഴിച്ചിട്ടാണ് വന്നത്. സോ ഫുൾ ഓൺ എനർജിയിലാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങളെല്ലാവരും അതേപോലെ എനർജറ്റിക് ആയിട്ടിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, എല്ലാ ക്ലാസ്സിലും പറയാറുള്ള പോലെ, fall in love with your preparation. ഈ പ്രിപ്പറേഷൻ ജേർണി ആസ്വദിക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. അത് നിങ്ങൾക്ക് കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജിയിലും അല്ലെങ്കിൽ മാത്സിലും മാത്രമല്ല നിങ്ങൾക്ക് നോളജ് തരാൻ പോകണം. ഇറ്റ് ടീച്ചേഴ്സ് യു എ ലോട്ട് ഓഫ് അതർ തിങ്സ് ലൈക്ക് ഡിസിപ്ലിൻ, പെർസിയവിയറൻസ്, അല്ലേ? ഇതിന്റെ എല്ലാം വില നിങ്ങൾക്ക് മനസ്സിലാവും മൈ ഡിയർ സ്റ്റുഡൻസ്. സോ എൻജോയ് ദിസ് ജേർണി. അതിനായിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ see what you guys are doing this for. ആ purpose മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും അർത്ഥമുണ്ടാവും. Okay my dear champions. So once again welcoming all my dear champions to the class. പുതിയ മക്കൾ ഉണ്ടെങ്കിൽ പതിവ് പോലെ ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം മൈ ഡിയർ ചാമ്പ്യൻസ്. പുതിയ മക്കൾ ഉണ്ടെങ്കിൽ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സുദർശൻ. പതിവ് പോലെ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പഠിച്ചതെല്ലാം കൊച്ചിയിലാണ്. സ്കൂളിംഗ് ഒക്കെ കൊച്ചിയിലായിരുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. കോളേജ് ചെയ്തത് ബിച്ച് പിലാനിയാണ്. കോളേജ് ചെയ്തത് മൈ ഡിയർ സ്റ്റുഡൻസ് ബിച്ച് പിലാനിയാണ്. ഓക്കെ ഫൈൻ. ഇഷ്ടംപോലെ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. കുറെ പേര് നല്ല നല്ല കോളേജിൽ പോയിട്ടുണ്ട്. ചരിത്രമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ ഞങ്ങളെ കുറിച്ച് അറിയാൻ, എന്നെ മാത്രമല്ല ഞങ്ങൾ എല്ലാവരെയും കുറിച്ച് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോസിൽ. അപ്പൊ അത് പോയി കാണുക. ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമല്ല കേട്ടോ മക്കളെ, കണ്ടന്റ് വീഡിയോസും ഇട്ടിട്ടുണ്ട്. ഓക്കെ, കണ്ടന്റ് വീഡിയോസും കാണുക. ഇപ്പൊ എന്റെ സൈഡിൽ നിന്നാണെങ്കിൽ കെമിക്കൽ കൈനറ്റിക്സും സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററും കഴിഞ്ഞു മൈ ഡിയർ സ്റ്റുഡൻസ്. ഹെമിൻ സാറിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയും റിഡോക്സ് റിയാക്ഷൻസും കഴിഞ്ഞു മൈ ഡിയർ സ്റ്റുഡൻസ്. ഇലക്ട്രോ കെമിസ്ട്രി കഴിയാൻ പോകുന്നു എന്ന് തോന്നുന്നു. അപ്പുറത്ത് ബയോളജിയിലും 3 മിസ്സുമാര് ചറപറ ക്ലാസ് എടുക്കുന്നുണ്ട്. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ഓൾ ദീസ് വീഡിയോസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെയധികം എഫേർട്ട് എടുത്ത് ഇന്റൻസിറ്റിയിലാണ് ഓരോ ക്ലാസ്സും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. സോ പ്ലീസ് വാച്ച് ഓൾ ദീസ് വീഡിയോസ്. എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഇന്ന് നമ്മൾ സൊല്യൂഷൻസ് ചാപ്റ്ററിന്റെ, ഞാൻ പറഞ്ഞില്ലേ ഒരു ജാക്ക്പോട്ട് ചാപ്റ്റർ ആണ്, ഒരു ബമ്പർ ചാപ്റ്റർ ആണെന്ന് പറഞ്ഞില്ലേ. സൊല്യൂഷൻ ചാപ്റ്ററിന്റെ 2ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. യൂഷ്വലി 2ാമത്തെ സെഷനിൽ തന്നെ മിക്കപ്പോഴും ചിലവർ ഓൾറെഡി വേപ്പർ പ്രഷറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങും, അതായത് റൗൾസ് ലോ വേപ്പർ പ്രഷർ. പക്ഷെ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്, സോല്യബിലിറ്റിയെ കുറിച്ചും ഹെൻറീസ് ലോവുമാണ്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമുക്ക് വേപ്പർ പ്രഷറിനെ കുറിച്ചും റൗൾസ് ലോവിനെ കുറിച്ചും പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പഠിക്കാം. ഇത് വളരെ സിമ്പിൾ ടോപ്പിക്സ് ആണ്, പക്ഷെ ഇതിൽ കുറച്ച് കുണുക്കുകളൊക്കെ ഉണ്ട്. ആ കുണുക്കുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. വളരെ ഇന്റൻസ് ആയിരിക്കും സെഷൻ. സോ പ്ലീസ് ഡു വാച്ച്. പെന്നും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. എന്തിനാ? കവിത എഴുതാനോ കഥ എഴുതാനോ അല്ല, ഡൗട്ട്സ് എഴുതാനായിട്ട്. ഡൗട്ട്സ് എഴുതുക. എന്തെങ്കിലും ഡൗട്ട്സ് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഗെറ്റ് ഇറ്റ് ക്ലാരിഫൈഡ്. അത് കമന്റ് ബോക്സിൽ ഇടാൻ നോക്കുക. ഓക്കെ, എന്തായാലും ഞങ്ങളുടെ റിപ്ലൈ വരുന്നതാണ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ സെഷൻ. 2ാമത്തെ സെഷനാണ് സൊല്യൂഷൻസിന്. അതിനു മുമ്പ് നിങ്ങൾക്കറിയാം, വി എയിൻറ്റ് ഫ്രണ്ട്സ്, വി ഫാമിലി മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ ഈ കുടുംബത്തിനെ വളർത്താനായിട്ട് നിങ്ങളുടെ സപ്പോർട്ടും വേണം. സോ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. തമ്മിലടിക്കാൻ പാടില്ല. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോ let's get into the second session on solution chapter. നമ്മൾ ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത് സോല്യബിലിറ്റി എന്നൊരു വാക്കിനെ കുറിച്ചാണ്. എന്താണ് സാർ ഈ സോല്യബിലിറ്റി? സോല്യബിലിറ്റി എന്ന് നിങ്ങൾ കുറെ കേട്ട് കാണും. സോല്യബിലിറ്റി ഓഫ് NaCl in water, സോല്യബിലിറ്റി ഓഫ് നാഫ്തലീൻ ഇൻ ബെൻസീൻ, ഇതൊക്കെ നിങ്ങൾ കുറെ കേട്ട് കാണും മൈ ഡിയർ സ്റ്റുഡൻസ്. എന്താണ് സോല്യബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഫാക്ട് നിങ്ങൾ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ 11th ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. മറന്നവർ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങളൊരു സൊല്യൂഷൻ എടുക്കുമ്പോൾ, എല്ലാവരും നോക്കുക മൈ ഡിയർ ചാമ്പ്യൻസ്, നിങ്ങളൊരു സൊല്യൂഷൻ എടുക്കുമ്പോൾ ഒരു ബൈനറി സൊല്യൂഷൻ എടുക്കുക എന്ന് വിചാരിക്കുക. ഒരു ബൈനറി സൊല്യൂഷനിൽ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സൊല്യൂട്ട്, യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് സോൾവെന്റ്. സൊല്യൂട്ടും സോൾവെന്റും മിക്സ് ചെയ്തു മൈ ഡിയർ സ്റ്റുഡൻസ്, ആൻഡ് ഇറ്റ് ഗിവ്സ് മീ ദ സൊല്യൂഷൻ. യെസ് ഓർ നോ? ഒരു സൊല്യൂട്ടും സോൾവെന്റും മിക്സ് ചെയ്ത് കഴിഞ്ഞ് യു ഗെറ്റ് ദ സൊല്യൂഷൻ. യെസ് ഓർ നോ? 2 കേസസ്, 2 വളരെ വേണ്ടപ്പെട്ട കേസസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. 2
സെപ്പറേറ്റ് കേസസ്. ആദ്യത്തെ കേസിൽ ഞാനൊരു കണ്ടെയ്നർ എടുത്തു മൈ ഡിയർ സ്റ്റുഡൻസ്. ആദ്യത്തെ കേസിൽ ഞാനൊരു കണ്ടെയ്നർ എടുത്തു, അതിലൊരു സോൾവെന്റ് കൊണ്ടിട്ടു, എന്ന് വിചാരിക്കാം. ഇപ്പോൾ വാട്ടറോ എനി കൈൻഡ് ഓഫ് സോൾവെന്റ്, ഐ എം ജസ്റ്റ് പുട്ടിങ് എ സോൾവെന്റ് ഓവർ ഹിയർ ആൻഡ് ഐ എം ആഡിങ് എ സൊല്യൂട്ട് ഇൻ ടു ദിസ്. Yes or no? അപ്പോൾ ഇവിടെ ഒരു സോൾവെന്റ് ഉണ്ട് മൈ ഡിയർ ചാമ്പ്യൻസ്, ഇവിടെ ഒരു സോൾവെന്റ് ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്, ആൻഡ് ഐ എം ആഡിങ് എ സൊല്യൂട്ട് ഇൻ ടു ദിസ്. യെസ് ഓ നോ? ഞാൻ കുറച്ച് നേരം സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് മതിയായി. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പക്ഷെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇഫ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് കുഡ് ബി ആഡഡ്, in the given temperature T, ഇതൊരു T ടെമ്പറേച്ചറിലാണ് ഞാൻ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഒരു T ടെമ്പറേച്ചറിൽ ഒരു കണ്ടെയ്നർ എടുത്തു, അതിലൊരു സോൾവെന്റ് ഇട്ടു, അതിലേക്ക് സൊല്യൂട്ട് കൊണ്ട് ആഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ വെള്ളം എടുത്തു, അതിൽ കുറച്ച് NaCl ഇട്ടു, ഉപ്പ് ഇട്ടോണ്ടേ ഇരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. ഇഫ് മോർ സൊല്യൂട്ട് കുഡ് ബി ആഡഡ്, എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, ഇഫ് മോർ സൊല്യൂട്ട് കുഡ് ബി ആഡഡ്, if more solute could be added, ഈ ഒരു സൊല്യൂഷനെ നമ്മൾ വിളിക്കും, if more solute could be added, ഈ ഒരു സൊല്യൂഷനെ നമ്മൾ വിളിക്കും എന്ത്? unsaturated solution എന്ന്. unsaturated solution. We will call it an unsaturated solution. അതായത് ഒരു ടെമ്പറേച്ചർ ടിയില് നമുക്ക് ഇനിയും സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റും, ഇനിയും സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്? That's an unsaturated solution. At the same time my dear students, ഞാൻ ആ സെയിം സോൾവെന്റ് തന്നെ എടുത്തു എന്ന് വരിക, ആ സെയിം സോൾവെന്റ് തന്നെ എടുത്തു, സൊല്യൂട്ട് ആഡ് ചെയ്തു, ചെയ്തുകൊണ്ടേയിരുന്നു ആ സെയിം ടെമ്പറേച്ചറിൽ കേട്ടോ, ആ സെയിം ടെമ്പറേച്ചറിൽ സൊല്യൂട്ട് ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇഫ് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ആഡഡ്, ഇഫ് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ആഡഡ്, if no more solute can be added, at that temperature, then we call it a saturated solution. Then we call it a saturated solution, my dear students. അതായത് രണ്ട് ടൈപ്പ് സൊല്യൂഷൻ. ഒന്ന് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ്? ഈ ടെമ്പറേച്ചർ ടിയില് ഇഫ് ഐ ക്യാൻ ആഡ് മോർ സൊല്യൂട്ട് ഇൻ ടു ദ സോൾവെന്റ് സോ ദാറ്റ് ഇറ്റ് ഡിസോൾവ്സ്, അതാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താ? ആ ടെമ്പറേച്ചർ ടിയില്, ടെമ്പറേച്ചർ ഫിക്സഡ് ആയിരിക്കണം മക്കളെ, ടെമ്പറേച്ചർ ഫിക്സഡ് ആയിരിക്കണം. ആ ടെമ്പറേച്ചർ ടിയില് ഇഫ് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ആഡഡ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് കോൾഡ് ആസ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പൊ നിങ്ങൾ കുറച്ചു പേരെങ്കിലും വിചാരിക്കണം, സാർ ഞാൻ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് കേട്ടിട്ടുണ്ട്. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ നമ്മൾ ഹീറ്റ് ചെയ്യും. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ ടെമ്പറേച്ചർ then we cool it down to the given temperature. അപ്പോൾ ആ സൊല്യൂഷനിൽ കുറച്ചു നേരത്തേക്ക് ആ മാക്സിമം എമൗണ്ട് ഓഫ് വാല്യൂവിനേലും കൂടുതൽ വാല്യൂ ഉണ്ടാവും. അതാണ് സൂപ്പർ സാച്ചുറേറ്റഡ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കടന്നു ചിന്തിക്കുന്നില്ല ഇപ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഇനിയും നമുക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ കൂൾ ഓഫ് ചെയ്യുമ്പോൾ, എന്നിട്ട് നമ്മൾ കൂൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്കൊരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഇറ്റ്സ് നൺ ഓഫ് അവർ കൺസേൺ റൈറ്റ് നൗ. നമ്മളിപ്പോൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് ഇവനെ വെച്ചിട്ട് സോല്യൂബിലിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോല്യൂബിലിറ്റി ഈസ് ബേസിക്കലി ദ മാക്സിമം amount of solute which can be dissolved in a specified amount of solvent at constant temperature.
മാക്സിമം എമൗണ്ട്, അതായത് നമ്മളൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കില്ലേ, ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുത്തില്ലേ, ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുത്തു എന്ന് വിചാരിക്കുക. ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെയാണ് നമ്മൾ സോല്യൂബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ ആണ് നമ്മൾ സോല്യൂബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഈ മാക്സിമം എമൗണ്ട് എന്ന് ഉദ്ദേശം എന്താ? മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് വിച്ച് ക്യാൻ ബി ഡിസോൾവ്. മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നമ്മൾ ഡിസോൾവ് ആക്കി കഴിഞ്ഞാൽ ദാറ്റ് സൊല്യൂഷൻ ഇസ് സാച്ചുറേറ്റഡ്. അല്ലേ? നമ്മൾ ഉപ്പെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടോണ്ടേ ഇരുന്നു അങ്ങനെ മാക്സിമം ലെവൽ എത്തിക്കഴിയുമ്പോൾ ഈ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആവും. ആ സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെയാണ് നമ്മൾ സോല്യൂബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഈ കോൺസെൻട്രേഷൻ, സാറ് കുറെ കോൺസെൻട്രേഷൻ ടേംസ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മോൾ ഫ്രാക്ഷൻ ആണോ, മൊളാരിറ്റി ആണോ, മൈ ഡിയർ സ്റ്റുഡൻസ്, ഇതിൽ ഏത് കോൺസെൻട്രേഷൻ ടേമും നിങ്ങൾക്ക് സോല്യൂബിലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്. ഇതിൽ ഏത് കോൺസെൻട്രേഷൻ ടേമും നിങ്ങൾക്ക് സോല്യൂബിലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ കോൺസെൻട്രേഷൻ ടേംസ് ഒക്കെ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺസെൻട്രേഷൻ ടേം ഫിക്സഡ് ആണ്, അത് ഏത് കോൺസെൻട്രേഷൻ ടേം ഉപയോഗിക്കുകയാണെങ്കിലും. സോ സോല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ കൂടുതൽ നമ്മൾ മോൾ ഫ്രാക്ഷൻ ആയിരിക്കും ഉപയോഗിക്കുക, മൈ ഡിയർ സ്റ്റുഡൻസ്. പക്ഷെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സോല്യൂബിലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് യൂസിങ് അതർ കോൺസെൻട്രേഷൻ ടേംസ് ഓൾസോ. ഓക്കെ, അപ്പൊ ഈ മാക്സിമം എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു ജനറൽ ടേമിൽ മാക്സിമം എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. മാക്സിമം എമൗണ്ട് എന്ന് വെച്ചാൽ മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂട്ട് in a given solvent at a given temperature. Okay, my dear students? Yes or no? So ഈ മാക്സിമം എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷൻ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്, കോൺസെൻട്രേഷൻ ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. അപ്പൊ ഇത് നിങ്ങൾ മറക്കരുത്. ഇനി നമ്മൾ ഈ ഒരു പോയിന്റ് നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും നോക്കുക. Solubility is affected by nature of solute and solvent as well as by temperature and pressure. Solubility is affected by nature of solute and solvent as well as by temperature and pressure. നിങ്ങൾ ഒന്ന് വിചാരിച്ചു നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്, ഉപ്പെടുത്ത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് പെട്ടെന്ന് സോല്യൂബിൾ ആവും, കുറേ ഇടാൻ പറ്റും ഉപ്പ്. അതേപോലെ തന്നെ ഈ ഉപ്പെടുത്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും സോൾവെന്റിലേക്ക് ഇടുകയാണെങ്കിൽ, ഇപ്പൊ ഉപ്പെടുത്ത് അമോണിയയിലേക്ക് ഇടുകയാണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ് ഇതേ സോല്യൂബിലിറ്റി കിട്ടണമെന്നില്ല. നാഫ്തലീൻ ബോൾസ് എന്ന് കേട്ടുള്ളൂ. ഈ നാഫ്തലീൻ മൈ ഡിയർ സ്റ്റുഡൻസ് വെള്ളത്തിലൊട്ടും സോല്യൂബിൾ അല്ല. പക്ഷെ അതേ നാഫ്തലീൻ നിങ്ങൾ ബെൻസീനിൽ ഇടുകയാണെങ്കിൽ, ഇറ്റ് ബിക്കംസ് സോല്യൂബിൾ. സോ സോല്യൂബിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൊല്യൂട്ട് സോൾവെന്റ് കോമ്പിനേഷൻ. ചില സൊല്യൂട്ട് സോൾവെന്റ് കോമ്പിനേഷൻ വളരെയധികം പെട്ടെന്ന് സോല്യൂബിൾ ആവും. അതിന്റെ ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. പോളാർ സൊല്യൂട്ട് dissolves easily in polar solvent. Polar solute dissolves easily in polar solvent. Polar solute dissolves easily in polar solvent. ഈ പോളാർ സൊല്യൂട്ട് എന്താണ് മൈ ഡിയർ സ്റ്റുഡന്റ്? ഫോർ എക്സാമ്പിൾ അയണിക് കോമ്പൗണ്ട്സ്, NaCl പെട്ടെന്ന് വെള്ളം എന്താണ്? പോളാർ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. എന്താണ് ഈ പൊളാരിറ്റി എന്നുള്ളത് നിങ്ങൾ 11th പഠിച്ചിട്ടുണ്ട്. സബ്സ്റ്റൻസസ് that are polar in nature, substances that have a dipole moment my dear students, അതാണ് polar substances. So polar solutes dissolves in polar solvent. അതേപോലെ തന്നെ non polar solutes dissolves easily in non polar solvents. അതുകൊണ്ടാണ് നാഫ്തലീൻ ആക്ച്വലി നോൺ പോളാർ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ദാറ്റ് ക്യാൻ ഈസിലി ഡിസോൾവ് ഇൻ ബെൻസീനും നോൺ പോളാർ ആണ്. NaCl പോളാർ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. H2O പോളാർ ആണ്. അത് രണ്ടും ഈസിലി ഡിസോൾവ് ആവും. സോ ബേസിക്കലി സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് dissolves
like? Yes or no? Yes or no, my dear students? അതായത് പോളാറിലും നോൺ പോളാറിലും പെട്ടെന്ന് ഡിസോൾവ് ആവും മൈ ഡിയർ ചാമ്പ്യൻസ്. ഇത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം solubility is also decided by temperature and pressure. Temperature and pressureും solubilityനെ അഫക്റ്റ് ചെയ്യും. എങ്ങനെ അഫക്റ്റ് ചെയ്യും മൈ ഡിയർ സ്റ്റുഡൻസ്? ഇതിനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തരാം മൈ ഡിയർ ചാമ്പ്യൻസ്. ഇതിനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തരാം. അത് പറയുന്നതിന് മുമ്പ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് gas in liquid solutions. ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിക്വിഡും നമ്മൾ ഡിസ്കസ് ചെയ്യും, സോളിഡ് ഇൻ ലിക്വിഡും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ് ഇന്നത്തെ മെയിൻ അജണ്ട. ഓക്കെ, അപ്പൊ എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാനിപ്പോൾ ഇങ്ങനൊരു കണ്ടെയ്നർ എടുത്തു മൈ ഡിയർ സ്റ്റുഡൻസ്. ഇങ്ങനൊരു കണ്ടെയ്നറിൽ ലെറ്റ് us say ഇവിടെ എൻ്റെ സോൾവെന്റ് കിടക്കുന്നുണ്ട്. ലിക്വിഡ് ആണ് സോൾവെന്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ദിസ് ഈസ് മൈ ലിക്വിഡ് സോൾവെന്റ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ? ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്യാസസ് ഡിസോൾവ് ചെയ്യുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. Yes or no? Yes or no, my dear students? And imagine that this gas particles are also present on top of the solution. This gas particle is also present on top of the solution. Our same gas particles are present in the dissolved state. Also, my dear students, it is present as gas itself on top of the solution. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഒരു എക്സാമ്പിൾ തരാൻ പറ്റുമോ? നിങ്ങളുടെ പെപ്സി ഇല്ലേ, നിങ്ങളിപ്പോൾ ഒരു പെപ്സി ബോട്ടിൽ എടുക്കുകയെന്ന് വിചാരിക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. അതിൽ വെള്ളത്തിൻ്റെ ഉള്ളിൽ എന്താണ് ശരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഡിസോൾവ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. അതിൻ്റെ തൊട്ട് മേളിലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗേഷ്യസ് ഫോമും ഉണ്ട്, ഡിസോൾവ് അല്ലാത്ത ഫോമും ഉണ്ട്. ഓക്കെ, വെള്ളത്തിൻ്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഫോമിലാണ്, മേളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആസ് ഇറ്റ് ഇസ് പ്രസന്റ് ആണ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഞാൻ ചെറുതായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്നൊരു കൊക്കോകോള ബോട്ടിലോ പെപ്സി ബോട്ടിലോ മേടിക്കുകയാണെങ്കിൽ, നമ്മൾ ചൂടുള്ള ബോട്ടിൽ അയാൾ എടുത്ത് തരികയാണെങ്കിൽ നമ്മളിങ്ങനെ തുറന്നിട്ട് കുടിച്ചു നോക്കുമ്പോൾ, സാറേ ഇതിനകത്ത് ഫിസ് ഇല്ല, ഇതിനകത്ത് ഗ്യാസ് ഇല്ല, പോയി ഗ്യാസ് നിറച്ചിട്ട് വന്ന് പറയും. അതെന്തുകൊണ്ടാണ്? ശരിക്കും അതിനകത്ത് ഗ്യാസ് ഇല്ലാത്തതാണോ? എന്നാൽ അതേ കോക്ക് ബോട്ടിൽ, നിങ്ങൾ അതേ ചൂടോടുള്ള കോക്ക് ബോട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ട്, അതേ ബോട്ടിൽ കേട്ടോ, ഈ ഫിസ് ഇല്ല എന്ന് പറഞ്ഞ ബോട്ടിൽ തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് എടുത്ത് കുടിക്കുമ്പോൾ ഫിസ് വരും. അപ്പം അതെവിടെ നിന്ന് വന്നു ആ ഫിസ്? ഇതൊരു സിറ്റുവേഷൻ, ഇത് ഓർത്തിരിക്കുക. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? ചൂടായിട്ടുള്ളൊരു സോഡ ബോട്ടിൽ അല്ലെങ്കിൽ പെപ്സി ബോട്ടിൽ മേടിക്കുക, നിങ്ങൾ കുടിക്കുമ്പോൾ എന്താണ്? ഫിസ് ഇല്ല. അതേ ഇത് തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? അതേ ഇത് തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിൻ്റെ ഫിസ് കൂടും. എന്തുകൊണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഈ കോക്ക് ബോട്ടിൽ ഞാൻ എടുത്തു, നല്ല ഫിസുള്ളൊരു കോക്ക് ബോട്ടിൽ എടുത്തു, എന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് ഇതിങ്ങനെ തുറക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു ഒച്ച കേൾക്കും, അല്ലേ? എന്നിട്ട് നിങ്ങളത് കുറച്ച് കഴിഞ്ഞ് കുടിക്കുമ്പോൾ അതിൻ്റെ ഫിസ് മൊത്തം പോയി കാണും. എന്തുകൊണ്ടാണ് ആ ഡിസോൾവ്? അപ്പം നിങ്ങൾ പറയും, സാറേ ഡിസോൾവ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ചാടിപ്പോയി. എന്തുകൊണ്ട്? അതിനവിടെ തന്നെ ഇരുന്നൂടെ? ആ ഡിസോൾവ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് അവിടെ തന്നെ ഇരുന്നൂടെ? എന്തിനാണ് അത് ചാടി പോകുന്നത്? രണ്ടാമത്തെ സിറ്റുവേഷൻ. മൂന്നാമത്തെ സിറ്റുവേഷൻ, നിങ്ങൾ ഈ ട്രെക്കിനൊക്കെ പോകുമ്പോൾ, എനിക്കറിയില്ല എത്ര പേര് പോയിട്ടുണ്ടെന്ന്, ഞാനും അധികം പോയിട്ടൊന്നുമില്ല, എന്നാലും ഇപ്പോൾ ഈ ഹിമാലയൻ റേഞ്ചസ്, ഈ റോത്താങ് പാസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഈ ഗൈഡ് പറയും, നിങ്ങൾ ബേസിക്കലി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നേരെ ഓടാനും ചാടാനും നിൽക്കരുത്. കാര്യം നിങ്ങൾക്ക് ബ്രെത്ത് കിട്ടില്ല, ഓക്സിജൻ കിട്ടാൻ പാടായിരിക്കും എന്ന് പറയും. നിങ്ങൾ പതിയെ അവിടെ എത്തിയിട്ട് പതിയെ നടക്കുക, അല്ലാണ്ട് ഓടിച്ചാടി കൂടുതൽ എക്സേർട്ട് ചെയ്യാൻ നിൽക്കരുത് എന്ന് പറയും. എന്തുകൊണ്ടാണ്? മൂന്നാമത്തെ സിറ്റുവേഷൻ. ഇത് മൂന്നിൻ്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് ഇന്ന് കിട്ടും. ഓക്കെ, യെസ് നോ? അപ്പോൾ ഗ്യാസ് ഇൻ ലിക്വിഡ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇങ്ങനൊരു ഡയഗ്രാം നിങ്ങൾ മനസ്സിൽ കാണുക. ഓക്കെ, ദർ ഇസ് ഡിസോൾവ്ഡ് ഗ്യാസ് ആൻഡ് ദർ ഇസ് ഗ്യാസ് അബവ് ഇറ്റ്.
ഇതിനെ ഞാൻ ഇക്വേഷൻ സ്റ്റേറ്റിൽ എഴുതുകയാണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ രീതിയിൽ എഴുതുകയാണെങ്കിൽ എന്ത് കാണാൻ പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? വി ക്യാൻ സേ ദാറ്റ് ദ സൊല്യൂട്ട് which is in gaseous form plus the solvent which is in liquid form, we can say that this is in equilibrium with the solution which is in aqueous form. എനിക്ക് പറയാൻ പറ്റുമോ മക്കളെ? ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ? The solute which is in gaseous form plus the solvent which is in liquid form is in equilibrium with the solution. അല്ലേ? Yes or no my dear students? Yes or no? Solute എന്താണ്? ഗ്യാസ്. Solvent എന്താണ്? ലിക്വിഡ്. Is in equilibrium with the solution which is aqueous. Aqueous എന്ന് വെച്ചാൽ സോൾവെന്റ് വാട്ടർ ആണ്. ഓക്കെ, ഇവിടെ വാട്ടർ ആയിട്ട് ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, നൗ അണ്ടർസ്റ്റാൻഡ് ടു സിറ്റുവേഷൻ. അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്നത് പ്രഷറും ടെമ്പറേച്ചറും എങ്ങനെ എഫക്റ്റ് ആവുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. Imagine that I am applying pressure to this. അതായത് ഈ ഒരു കണ്ടെയ്നറിനെ let us say using some apparatus, let us say I am applying pressure. When I apply pressure, എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പൊ നിങ്ങൾ നോർമലി വിചാരിക്കണ്ടാവും സാറേ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് പാർട്ടിക്കിൾസ് കൂടുതൽ ഡിസോൾവ് ആവും. കറക്റ്റാ, നിങ്ങളുടെ ഒബ്സർവേഷൻ കറക്റ്റാ. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്യാസ് പാർട്ടിക്കിൾസ് കൂടുതൽ ഡിസോൾവ് ആവും. അതെങ്ങനെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ 11th ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ the equilibrium will shift in a direction where there is lesser number of gas molecules. Le Chatelier principle നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. Le Chatelier principle നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. In an equilibrium like this in which a gas is involved, when you apply pressure, the equilibrium moves in a direction where there is lesser number of gas molecules. So obviously നമ്മൾ pressure apply ചെയ്യുമ്പോൾ equilibrium will move in this direction. അതായത് സൊല്യൂഷൻ കൂടുതൽ ഫോം ചെയ്യും. അതായത് കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ്, ഈ മേലെ ഇരിക്കണ കുറുമ്പന്മാര് എല്ലാവരും കൂടെ താഴത്ത് ഡിസോൾവ് ആവും. എല്ലാവരും അല്ല, ബേസിക്കലി കുറച്ചും കൂടി ഡിസോൾവ് ആവും. സോ ബേസിക്കലി നമുക്കൊരു കൺക്ലൂഷൻ എഴുതാം മൈ ഡിയർ സ്റ്റുഡൻസ്. കണക്ട് ആവുന്നത് കണ്ടോ മൈ ഡിയർ സ്റ്റുഡൻസ്? നമ്മൾ 11th പഠിച്ച ചെറിയൊരു ടോപ്പിക്കിനെ എടുത്ത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ, ലെറ്റ്സ് സേ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഇപ്പൊ ഇത് ഞാൻ നടത്തുന്ന ഒരു ഗിവൺ ടെമ്പറേച്ചറിലാണ്. ഓക്കെ, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ when pressure is applied, solubility increases. അല്ലേ? solubility increase ആയി മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇത്ര നേരം ഉള്ളേലും കൂടുതൽ ഗ്യാസസ് അതിലേക്ക് ഡിസോൾവ് ആയി മൈ ഡിയർ സ്റ്റുഡൻസ്. When I applied pressure, my dear students, what happened? The solubility increases. ഇത് ഇക്വിലിബ്രിയം വെച്ചിട്ടാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിന്റെ മാത്സ് ഇക്വേഷൻ ഞാൻ വേറെ തരാം, ഹെൻറീസ് ലോയിൽ. ഇക്വിലിബ്രിയം വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാണ് ഞാൻ പറയുന്നത്, Le Chatelier പ്രിൻസിപ്പിൾ വെച്ചിട്ട്. ഇനി അപ്പൊ ഇതൊരു പോയിന്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ടെമ്പറേച്ചർ എങ്ങനെ എഫക്റ്റ് ആവും? ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷന്റെ സോല്യൂബിലിറ്റിനെ ടെമ്പറേച്ചർ എങ്ങനെ മാറ്റും? മൈ ഡിയർ ചാമ്പ്യൻസ്, നിങ്ങൾ നോക്കുക. Solute is a gas, solvent is a liquid. It is getting converted to a solution. Don't you think that ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു ഫോർവേഡ് റിയാക്ഷൻ മൈ ഡിയർ സ്റ്റുഡൻസ്, don't you think that delta S is lesser than 0? അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ സാർ ഈ ഡെൽറ്റ എസ് ഒക്കെ ഞാൻ മറന്നതാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. Delta S is nothing but entropy change.
delta S is nothing but entropy change. Entropy change. Delta S is nothing but entropy change. Entropy change എന്താണ്? What is entropy? It is a measure of randomness, disorderness. Measure of randomness. എത്ര randomness, എത്ര disorderedness അതിനകത്തുണ്ട്. അല്ലെങ്കിൽ എത്ര കുറുമ്പത്തരം ഉണ്ടെന്നൊക്കെ പറയില്ലേ നമ്മൾ. ഒരു ഗ്യാസ് ഒരു ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് അതൊരു ഡിസോൾവ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ലോജിക്കലി തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ റാൻഡംനെസ് കുറയില്ലേ? അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആവില്ലേ? ഗേഷ്യസ് മോളിക്യൂൾസ് നല്ല കുറുമ്പന്മാരാണ്. അത് നേരെ ഡിസോൾവ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ കുറുമ്പത്തരം ഒന്ന് കുറയില്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? ഒബ്വിയസ്ലി. അപ്പോൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ, ഈ സൈഡ് വെച്ച് നോക്കുമ്പോൾ ഈ സൈഡിന്റെ എൻട്രോപ്പി കുറവായിരിക്കും. സോ എൻട്രോപ്പി ചേഞ്ച് ഇൻ ദിസ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ബി ലെസ് ദാൻ 0. Yes or no, my dear students? Entropy change will be less than 0, my dear students. അല്ലേ? ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാം. You know that delta G is equal to delta H minus T delta S. അല്ലേ my dear students? ഇതും നിങ്ങൾക്ക് അറിയാം my dear students. Yes or no? And for spontaneous processes, my dear students, for spontaneous processes, delta G should be less than 0. For spontaneous processes, delta G should be less than 0. Yes or no? Yes or no, my dear students? Yes or no? For spontaneous processes, delta G should be less than 0. അതായത് ഈ ഗ്യാസ് ഞാൻ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ ലിക്വിഡിലേക്ക് ഇടുമ്പോൾ അത് ഡിസോൾവ് ആവുന്ന ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. സ്പോണ്ടേനിയസ്ലി അത് ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഡെൽറ്റ ജി ലെസ് ദാൻ 0 ആയിരിക്കണം. ഈ ഡെൽറ്റ ജി ലെസ് ദാൻ 0 ആവണമെങ്കിൽ ഇത് ലെസ് ദാൻ 0 ആയിരിക്കണം മൈ ഡിയർ സ്റ്റുഡൻസ്. ദിസ് എൻറ്റയർ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 0 മൈ ഡിയർ സ്റ്റുഡൻസ്. അല്ലേ? ബട്ട് വി ഓൾറെഡി സോ ദാറ്റ് ഡെൽറ്റ എസ് ഇസ് നെഗറ്റീവ്. Delta S is negative means don't you think that this entire thing will be positive? ഇത് മൊത്തം പോസിറ്റീവ് ആവും. ഈ മൈനസ് ടി ഡെൽറ്റ എസ് പോസിറ്റീവ് ആവും. ഈ മൈനസ് ടി ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവണ്ടേ മൈ ഡിയർ സ്റ്റുഡൻസ്? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവണ്ടേ മൈ ഡിയർ സ്റ്റുഡൻസ്? അല്ലേ? ഡെൽറ്റ എച്ച് ഷുഡ് ബി നെഗറ്റീവ്. നോ, ടു മേക്ക് ദി എൻറ്റയർ തിങ് നെഗറ്റീവ്. ടു മേക്ക് ദി എൻറ്റയർ തിങ് നെഗറ്റീവ്, ഡെൽറ്റ എച്ച് ഷുഡ് ബി നെഗറ്റീവ്. നോ. അതിന്റെ അർത്ഥം എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും നോക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഡിസൊല്യൂഷൻ എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഡിസൊല്യൂഷൻ of a gas in liquid. Dissolution of a gas in liquid is exothermic. Exothermic in അർത്ഥം എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഡെൽറ്റ എച്ച് is lesser than 0. ഡെൽറ്റ എച്ച് is നെഗറ്റീവ്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് ഒരു ഗ്യാസ് ലിക്വിഡിലേക്ക് ഡിസോൾവ് ആവുന്ന പ്രോസസ്സ് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഇത് നിങ്ങൾ പെട്ടെന്ന് ബുക്ക് വായിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നു വരില്ല. ഇത് നമ്മൾ കണക്ട് ചെയ്താണ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഇതൊരു എക്സോതെർമിക് പ്രോസസ്സാണ്. അതായത് ഇവിടെ കുറച്ച് ഹീറ്റ് ഇവോൾവ് ആവും പ്രോഡക്റ്റ് സൈഡിൽ. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? ഇനി നിങ്ങൾ വീണ്ടും ലിഷാട്ട്ലിയ പ്രിൻസിപ്പിളിലേക്ക് പോവാം. ലിഷാട്ട്ലിയ പ്രിൻസിപ്പിളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു എക്സോതെർമിക് പ്രോസസ്സിന്റെ ടെമ്പറേച്ചർ നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ ദ റിയാക്ഷൻ വിൽ ഗോ ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഒരു എക്സോതെർമിക് പ്രോസസ്സിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ, ഇഫ് യു ആർ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ, ദ റിയാക്ഷൻ വിൽ ഗോ ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു റിയാക്ഷന്റെ കണ്ടീഷനാണ് ഡെൽറ്റ എസ് ലെസ് ദാൻ 0. അപ്പൊ ഞാൻ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എന്ത് പറ്റും? ബാക്ക്വേർഡ് സൈഡിലേക്ക് റിയാക്ഷൻ പോവും മൈ ഡിയർ സ്റ്റുഡൻസ്. ദാറ്റ് മീൻസ് ഫ്രം ദ സൊല്യൂഷൻ more gas particles will be formed. അതായത് solubility decrease ആവും. My dear students. Yes or no? എല്ലാവരും നോക്കൂ. At a given temperature, when pressure is applied, solubility increases. അല്ലേ? അത് നമ്മൾ ഓൾറെഡി കണ്ടു. When pressure is applied, solubility increases. ഞാൻ ഒന്നും കൂടി എഴുതാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇത് നമ്മൾ ആദ്യം കണ്ട പോയിന്റ് ആണ്. ഇനി നമ്മൾ ഇതിനെ
വേറൊരു ലോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇക്വിലിബ്രിയം വെച്ചിട്ടാണ്. ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തത് ഇക്വിലിബ്രിയം വെച്ചിട്ടാണ്. ഇതിനെ തന്നെ വേറൊരു ലോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. ആൻഡ് ദാറ്റ് ലോ ഇസ് നത്തിങ് ബട്ട് ഹെൻറീസ് ലോ. ഒരു ബ്യൂട്ടിഫുൾ കണക്ഷൻ ഉണ്ടാക്കി തരാം. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഹെൻറീസ് ലോ states that it can be stated as at constant temperature the solubility of a gas in a liquid is directly proportional to the partial pressure of the gas present above the surface of the liquid or solution. The solubility of a gas is directly proportional to the partial pressure of the same gas above the surface of liquid or solution. ഇതിന്റെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ സോല്യൂബിലിറ്റി എന്നുള്ളത് ഞാൻ പറഞ്ഞു സോല്യൂബിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇറ്റ്സ് നത്തിങ് ബട്ട് കോൺസെൻട്രേഷൻ ആൻഡ് ഓവർ ഹിയർ we are taking mole fraction. So basically we can say that the partial pressure of the gas in vapor phase is proportional to the mole fraction of the gas in the solution. The partial pressure of the gas in vapor phase is proportional to the mole fraction of the gas in the solution. We can write it as P. We can write it as partial pressure. Ellaru nokka partial pressure. Ellaru nokka my dear students. Partial pressure is directly proportional to the mole fraction. Chi ubechu. Okay. Proportionality sign kondirumbol partial pressure is equal to KH into chi. Chi is basically mole fraction. ഈ KH നെയാണ് നമ്മൾ ഹെൻറീസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഈ KH നെയാണ് നമ്മൾ ഹെൻറീസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഇത് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദിസ് മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് നമ്മളിപ്പോ ഒരു കണ്ടെയ്നർ എടുത്തു എന്ന് വിചാരിക്കുക. അതിലൊരു സോൾവെന്റ് കൊണ്ടിട്ടു മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ. ഈ സോൾവെന്റിന്റെ ഉള്ളില് നമ്മൾ 2-3 ഗ്യാസ് ഡിസോൾവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഗ്യാസ് 1, ഗ്യാസ് 2. ഓക്കെ. ഗ്യാസ് 2 ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. കുറെ ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്നാലും തൽക്കാലം നമുക്ക് 2 എണ്ണം വെക്കാം. ഗ്യാസ് 1ഉം ഗ്യാസ് 2ഉം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന്റെ മേളിലും ഇവന്മാര് they are present at top in the gaseous phase. These gas 1 particles are present and gas 2 particles are also present. Understand, gas 1 particles are present and gas 2 particles are also present. Yes or no my dear students? What Henry's law tells you is ellaru nokka my dear students. Wait a second there. What Henry's law tells you is the partial pressure of gas 1 is equal to Henry's law constant of that gas ഞാൻ ഇപ്പോൾ KH1 എന്ന് ഇടുന്നു into mole fraction of that gas in the solution phase. അതായത് ഈ ഗ്യാസ് 1ന്റെ മൈ ഡിയർ സ്റ്റുഡൻസ് ഇപ്പൊ ഞാൻ വേണമെങ്കിൽ കളർ മാറ്റി എഴുതാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. ഗ്യാസ് 1ന്റെ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് 1 is equal to Henry's law constant into mole fraction of that gas in the solution phase. Gas 2ന്റെ പാർഷ്യൽ പ്രഷർ നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഗ്യാസ് 2ന്റെ പാർഷ്യൽ പ്രഷർ is equal to Henry's law constant of the second gas into mole fraction of the second gas in the solution phase. അതായത് ഗ്യാസ് 1 ഈ സൊല്യൂഷൻ ഫേസിൽ എത്ര ഉണ്ടെന്നുള്ളത് നിശ്ചയിക്കുന്നത് ഗ്യാസ് 1ന്റെ പാർഷ്യൽ പ്രഷറാണ്. ഗ്യാസ് 2 ഈ സൊല്യൂഷനിൽ എത്ര ഡിസോൾവ് ആയിട്ടുണ്ട് എന്ന് നിശ്ചയിക്കുന്നത് ഈ ഗ്യാസ് 2ന്റെ പാർഷ്യൽ പ്രഷറാണ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. Okay, this is at a given temperature my dear students. At a given temperature. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം സാർ അപ്പോൾ ഈ കോൺസ്റ്റൻസ് മാറുമോ?
ഈ ഹെൻറീസ് കോൺസ്റ്റന്റ് ഇവിടെ KH1 എന്ന് നിങ്ങൾ സാർ ഇട്ടു, ഇവിടെ KH2 എന്ന് ഇട്ടു. Definitely, my dear students, Henry's law constant depends on the gas that you are using at a given temperature. അതായത് different gases will have different Henry's law constant. അത് നിങ്ങൾ മനസ്സിലാക്കണം. Got it, my dear students? Different gases have different Henry's law constant. അത് നിങ്ങൾ മനസ്സിലാക്കണം. So everyone look over here. Henry's law, significance of KH, Henry's law constant. Different gases have different KH values at same temperature. This suggests that KH is a function of the nature of the gas. KH is a function of the nature of the gas. Obviously, KH is a function of the nature of the gas. Gas മാറുന്തോറും KH ന്റെ വാല്യൂ മാറും. നിങ്ങൾ നോക്കുക my dear students, ഹീലിയം ഗ്യാസ് എടുക്കുകയാണ്. ടെമ്പറേച്ചർ 293 കെൽവിനിൽ KH ന്റെ വാല്യൂ 144.97. ഈ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യണ്ട, പക്ഷെ എന്നാലും നോക്കുക. ഓക്കെ, H2 എടുക്കുകയാണ് 293 കെൽവിനിൽ 69.16. യെസ് ഓർ നോ? N2 എടുക്കുകയാണ് 293 കെൽവിനിൽ 76.48. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പോ KH value changes with the gas or KH value changes with the solute. ഇവിടെ solute എന്താണ്? ഗ്യാസ് ആണ്. ഓക്കെ, യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? മറക്കരുത്. Next, the higher the value of KH at a given pressure, the higher the value of KH at a given pressure, the lower is the solubility of the gas in the liquid. The higher the value of KH at a given pressure, the lower is the solubility of the gas in the liquid. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഞാൻ പറഞ്ഞു തരാം. This is very interesting and based on this problems will come. Based on this problems will come. എല്ലാവരും നോക്കുക, എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് നമ്മളിപ്പോ രണ്ട് ഗ്യാസ് എടുത്തു. ഓക്കെ, ഗ്യാസ് 1, നമ്മളിപ്പോ രണ്ട് ഗ്യാസ് എടുത്തു. ഗ്യാസ് 1's partial pressure is P1. P1 is equal to KH1 into Chi1. Yes or no my dear students? Yes or no my dear champions? ഗ്യാസ് 2 എടുത്തു എന്ന് വിചാരിക്കാം. ഗ്യാസ് 2ന്റെയും പ്രഷർ സെയിം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഗ്യാസ് 2ന്റെയും പാർഷ്യൽ പ്രഷർ സെയിം ആണെന്ന് വിചാരിക്കാം. അതായത് ഈ പ്രഷറിനെ P1 നിർണ്ണയിലും ഭേദം ഞാൻ P എന്നിട്ടു. ഓക്കെ, P എന്നിട്ടു. സോ ഗ്യാസ് 2 മൈ ഡിയർ സ്റ്റുഡൻസ് എല്ലാവരും നോക്കുക, P is equal to KH1 into Chi2. KH2 into Chi2. KH2 into Chi2. KH വാല്യൂ വേറെ ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് or no മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് or no? അതായത് നമ്മൾ ബേസിക്കലി ഇമാജിൻ ചെയ്യേണ്ടത് രണ്ട് കണ്ടെയ്നർ ആണ്. രണ്ട് കണ്ടെയ്നർ മൈ ഡിയർ സ്റ്റുഡൻസ്. ആദ്യത്തെ കണ്ടെയ്നറിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, ആദ്യത്തെ കണ്ടെയ്നറിൽ ഗ്യാസ് 1 ആണ്. ഓക്കെ, മേളിലുള്ള പ്രഷർ എന്താണ്? P. സെക്കൻഡ് കണ്ടെയ്നറിൽ മൈ ഡിയർ സ്റ്റുഡൻസ് ഗ്യാസ് 2 ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. സെക്കൻഡ് കണ്ടെയ്നറിൽ ഗ്യാസ് 2, മേളിലുള്ള പ്രഷർ P തന്നെ. യെസ് or no my dear students? Yes or no? Imagine KH1 value is greater than KH2 value. KH1 value is greater than KH2 value. അതിന്റെ അർത്ഥം എന്താണ് my dear students? അതിന്റെ അർത്ഥം എന്താണ് my dear? Pressure is the same over here. So what is Chi1? Chi1 will be equal to pressure divided by KH1. Chi2 is equal to pressure divided by KH2. That means mole fraction is inversely proportional to Henry's law constant at the same pressure. അതായത് don't you think that KH1 is greater than KH2 എന്ന് വെച്ചാൽ Chi1 will be lesser than Chi2. അതായത് solubility of gas 1 in the solvent will be lesser than solubility of gas 2 in the solvent. Solubility of gas 1 in the solvent will be lesser than solubility of gas 2 in the solvent at a given pressure. അതായത് if the pressure is kept constant and if KH value of first gas is greater than KH value of second gas, solubility of first gas will be lesser than solubility of second gas. Got it my dear students? അതാണ് ഇവിടെ പറയുന്നത്. The higher the value of KH at a given pressure, lower is the solubility of the gas in the liquid. Yes or no my dear students? Fine. ഇനി നിങ്ങൾ വേറൊരു പോയിന്റ് നോട്ട് ചെയ്യാനുള്ളത്, very very important point over here. Very important point over here. KH value of a gas
increases with increase in temperature. With increase in temperature. അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഒരു പെർട്ടിക്കുലർ ഗ്യാസിന്റെ KH വാല്യൂ ടെമ്പറേച്ചർ കൂടുന്തോറും KH വാല്യൂ കൂടുന്നു. Got it, my dear students? Yes or no, my dear champions? ഇതുകൊണ്ട് നമുക്ക് രസകരമായിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്താം. എല്ലാവരും നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ പെപ്സിയുടെ എക്സാമ്പിൾ? ഞാൻ പറഞ്ഞില്ലേ 3 എക്സ്പെരിമെന്റ്സ് നിങ്ങളുടെ മനസ്സിൽ കാണുന്നത്. അതിൽ ആദ്യത്തെ എക്സ്പെരിമെന്റ് ഇല്ലേ, ചൂടായിട്ടുള്ള പെപ്സി. ചൂടായിട്ടുള്ള പെപ്സിയിൽ എന്തുകൊണ്ടാണ് ഫിസ് കുറവ് മൈ ഡിയർ സ്റ്റുഡൻസ്? ചൂടായിട്ടുള്ള പെപ്സിയിലും ഫ്രിഡ്ജിലുള്ള പെപ്സിയിലും എന്തുകൊണ്ടാണ് ഫിസ് കുറവ് മൈ ഡിയർ സ്റ്റുഡൻസ്? വി നോ ദാറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു KH ഇൻടു കൈ വാല്യൂ. യെസ് ഓ നോ? യെസ് ഓ നോ? ഈ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയെന്ന് വിചാരിക്കുക. അതായത് ആ പെപ്സിയുടെ ടെമ്പറേച്ചർ കൂടുതലാണ് റൂം ടെമ്പറേച്ചറിൽ. ടെമ്പറേച്ചർ കൂടുതലാകുമ്പോൾ KH വാല്യൂ കൂടുതലാണ്. KH വാല്യൂ കൂടുതലാകുമ്പോൾ കൈ വാല്യൂ എന്താവും? ചെറുതായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓ നോ? അപ്പോൾ ഫ്രിഡ്ജിനുള്ളിൽ വെക്കുമ്പോൾ എന്താണ്? പ്രഷർ സെയിം ആയിട്ട് തന്നെ നമ്മൾ വെക്കുന്നു. ഫ്രിഡ്ജിനുള്ളിൽ വെക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ KH വാല്യൂ കുറയുമ്പോൾ കൈ വാല്യൂ കൂടുന്നു. ബിക്കോസ് ദിസ് പ്രോഡക്റ്റ് ഇസ് എ കോൺസ്റ്റന്റ്. പ്രഷർ ഞാൻ സെയിം ആയിട്ടാണ് വെക്കുന്നത്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ് KH വാല്യൂ കൂടും, കൈ വാല്യൂ കുറയും. അതുകൊണ്ടാണ് പെപ്സി പുറത്തിരിക്കുമ്പോൾ അതിന്റെ കൈ വാല്യൂ കുറവാണ്, സോലിബിലിറ്റി കുറവാണ്. amount of carbon dioxide dissolved is lesser. ഇത് തന്നെ ഇക്വിലിബ്രിയമിൽ നമ്മൾ കണ്ടില്ലേ, നമ്മൾ ഓൾറെഡി ഇന്ന് കണ്ടില്ലേ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താണ് പറ്റുന്നത്? സോലിബിലിറ്റി കുറയുന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. ആ റിയാക്ഷൻ ബാക്ക്വേർഡിലേക്ക് പോകുന്നു. നൗ എവറിത്തിങ് ഈസ് കണക്ടിങ് മൈ ഡിയർ സ്റ്റുഡൻസ്. ആക്ച്വലി ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താണ് പറ്റുന്നത്? KH വാല്യൂ കൂടുന്നു. KH വാല്യൂ കൂടുന്നതുകൊണ്ട് കൈ വാല്യൂ കുറയുന്നു. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താണ് പറ്റുന്നത്? KH വാല്യൂ കുറയുന്നു, കൈ വാല്യൂ കൂടുന്നു. Got it, my dear champions? Yes or no? ഇത് നിങ്ങൾ മറക്കരുത് മൈ ഡിയർ സ്റ്റുഡൻസ്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ദ ഗ്രാഫാണ്. ഇതിൻ്റെ ഗ്രാഫ് മൈ ഡിയർ സ്റ്റുഡൻസ് വളരെ സിമ്പിൾ ആണ്. ഇഫ് യു ആർ പ്ലോട്ടിംഗ് എ ഗ്രാഫ് ഓഫ് partial pressure versus mole fraction of gas, obviously my dear students you would get a straight line like this. എന്തുകൊണ്ടാണ് my dear students? We know that partial pressure is equal to Henry's law constant into mole fraction. This is at a given temperature, okay? At a given temperature. So this can be compared to y is equal to mx. അപ്പോൾ പാർഷ്യൽ പ്രഷർ y ആക്സിസിലും കൈ വാല്യൂ മോൾ ഫ്രാക്ഷൻ x ആക്സിസിലും കൊടുക്കുകയാണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ് വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? ഇതിന്റെ സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഇറ്റ്സെൽഫ്. ആൻഡ് അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഒരു പോയിന്റും കൂടി പറഞ്ഞു തരാം. Unit of Henry's law constant will be equal to unit of pressure. My dear students. എന്തുകൊണ്ടാണ്? മോൾ ഫ്രാക്ഷൻ യൂണിറ്റ് ഇല്ല. മോൾ ഫ്രാക്ഷൻ is unitless. Number of moles divided by number of, basically it's cancelling off. It's unitless. So പ്രഷറിന്റെ യൂണിറ്റ് തന്നെയാണ് ഇതിന്റെയും യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രഷർ ATMലാണെങ്കിൽ KHന്റെ വാല്യൂ ATMലായിരിക്കും. പ്രഷർ കിലോ ബാറിലാണെങ്കിൽ KHന്റെ വാല്യൂ കിലോ ബാറിലായിരിക്കും. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, മറക്കരുത്. സോ ദാറ്റ്സ് ഓൾസോ എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഹെൻറീസ് ലോ ഇക്വേഷനിലെ KH വാല്യൂസിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഡിഫറെന്റ് ഗ്യാസസ് ഹാവ് ഡിഫറെന്റ് KH വാല്യൂസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. Obviously KH value depends on the gas that you take. Yes or no? CO2ന്റെ KH വാല്യൂ ആയിരിക്കില്ല O2ന്റെ KH വാല്യൂ. അതും ഫോർ എ ഗിവൺ സോൾവെന്റ് ആണ് കേട്ടോ. ഈ KH വാല്യൂ ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സോൾവെന്റിലാണ്. Okay, for example, in water, KH value of CO2 will be different from KH value of O2, will be different from KH value of He, and goes on.
ഇതേ ഇത് തന്നെ നമ്മൾ സോൾവെന്റ് മാറ്റുകയാണെങ്കിൽ, വാട്ടർ അല്ല വേറെ സോൾവെന്റ് ഇടുകയാണെങ്കിൽ ഈ KH വാല്യൂസ് എല്ലാം വീണ്ടും മാറും. അതായത് ഹെൻറീസ് കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് might be different in different solvents. Same gas in the Henry's constant value will be different in different solvents. അത് നിങ്ങൾ മനസ്സിലാക്കണം. Yes or no? Henry's law constant value of the same gas might be different in different gases. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് CO2 വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യണ പോലെ ആയിരിക്കില്ല വേറൊരു സോൾവെന്റിൽ ഡിസോൾവ് ആവുന്നത്. ടെമ്പറേച്ചറും പ്രഷറും സെയിം ആയിട്ട് വെക്കാന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, എൻ്റെ കയ്യിൽ വേറൊരു സോൾവെന്റ് ഉണ്ട്. CO2 ഞാൻ രണ്ടിലും ഇട്ടു, ടെമ്പറേച്ചറും പ്രഷറും സെയിം. ഇതിന്റെ രണ്ടിന്റെയും സോളിബിലിറ്റി വേറെ ആയിരിക്കും. കാര്യം എന്താ? KH വാല്യൂ വേറെ ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. ആൻഡ് ദ സോൾവെന്റ് ഇസ് ഡിഫറെന്റ്. ഇതും നിങ്ങൾ മനസ്സിലാക്കണം മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, പിന്നെ ഹയർ ദ വാല്യൂ ഓഫ് KH അറ്റ് എ ഗിവൺ പ്രഷർ, ലോവർ ഇസ് ദ സോളിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻ ദ ലിക്വിഡ്. ഓബ്വിയസ്ലി ഇത് ഞാൻ പറഞ്ഞു, KH വാല്യൂ കൂടുന്തോറും സോളിബിലിറ്റി കുറയും അറ്റ് എ ഗിവൺ പ്രഷർ. At a given pressure. Yes or no? Fine. Next, KH value of a gas. 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 KH value of a gas increases with increase in temperature. With increase in temperature. Okay. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മറ്റേ പെപ്സിയുടെ എക്സാമ്പിൾ ഇല്ലേ, റൂമിലുള്ള പെപ്സിയും ഫ്രിഡ്ജിലുള്ള പെപ്സിയും. പ്രഷർ സെയിം ആവുന്നു. റൂമിലുള്ള പെപ്സിക്ക് KH വാല്യൂ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ കൈ വാല്യൂ കുറവായിരിക്കും. ഫ്രിഡ്ജിലുള്ള പെപ്സിക്ക് ടെമ്പറേച്ചർ കുറവാണ്, അപ്പോൾ KH വാല്യൂ കുറവാണ്, അപ്പോൾ കൈ വാല്യൂ കൂടുതലായിരിക്കും. കാര്യം പ്രഷർ സെയിം ആണ്. ഗോട്ട് ഇറ്റ്? ഇനി നമ്മൾ ആദ്യം കണ്ട ഇതില്ലേ, ഞാൻ നേരത്തെ ആദ്യം ചോദിച്ചില്ലേ, എന്തുകൊണ്ടാണ്? ആദ്യത്തെ ഉത്തരം നമുക്ക് കിട്ടി, ടെമ്പറേച്ചറിന്റെ ഉത്തരം കിട്ടി. റൂമിലുള്ള പെപ്സിക്ക് എന്തുകൊണ്ടാണ് ഫിസ് കുറവെന്നുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു പെപ്സി ബോട്ടിൽ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഒച്ചയും കേൾക്കും, അതിന്റെ ഫിസ് പോവുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? നമ്മൾ ബേസിക്കലി ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഈ മേളിലുള്ള ഈ ഗ്യാസ് പാർട്ടിക്കിൾ ഷുർ എന്നും പറഞ്ഞ് പുറത്തേക്ക് ചാടും. അപ്പൊ എന്ത് പറ്റുന്നു? ഇപ്പൊ CO2 ആണ് മേളിലിരിക്കുന്നത്, അവന്മാര് പുറത്തേക്ക് ചാടും. CO2 പുറത്തോട്ട് ചാടുമ്പോൾ CO2ന്റെ പാർഷ്യൽ പ്രഷർ ഇവിടെ കുറയുന്നു. CO2ന്റെ പാർഷ്യൽ പ്രഷർ കുറയുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. CO2ന്റെ പാർഷ്യൽ പ്രഷർ കുറയുമ്പോൾ ഈ P വാല്യൂ കുറയുന്നു. KHനൊന്നും പറ്റണില്ല, നമ്മൾ ടെമ്പറേച്ചർ ഒന്നും ചെയ്യണില്ല. നമ്മൾ ഇതിങ്ങനെ തുറക്കുമ്പോൾ KHനൊന്നും പറ്റണില്ല. ഈ CO2 ഗ്യാസ് മോളിക്യൂൾസ് എസ്കേപ്പ് ആവുന്നു. അപ്പോൾ എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ കൈ വാല്യൂ കുറയും. അതായത് ഇവിടെ ഇരിക്കുന്ന ഡിസോൾവ് ആയിട്ടുള്ള CO2 ഗ്യാസസ് മേളിലോട്ട് ചാടാൻ തുടങ്ങും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അവന്മാരും ഓടി രക്ഷപ്പെടും. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, ഇതെല്ലാം കണക്ഷൻ വന്നത് കണ്ടോ? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ് ഓർ നോട്ട്? കൂൾ. ഇനി ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ കയ്യിൽ ഇങ്ങനൊരു ഗ്രാഫ് ഉണ്ട്. സോലിബിലിറ്റി എല്ലാവരും നോക്കുക. Solubility on the y-axis, partial pressure on the x-axis. Okay, my dear students. ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് ഗ്രാഫ് വരച്ചു. മൈ ഡിയർ സ്റ്റുഡൻസ്. ലെറ്റ്സ് സേ 4 ഗ്രാഫ് വരച്ചു എന്ന് വിചാരിക്കാം. 4 ഗ്രാഫ് വരച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്? യെസ് ഓർ നോ? ലെറ്റ്സ് സേ ദിസ് ഈസ്, എല്ലാവരും നോക്കുക ഒരു സെക്കൻഡ്. Let's say this is a temperature T1, this is a temperature T2, this is a temperature T3, this is a temperature T4. Yes or no? Find the relationship between these temperatures. Find the relationship between these temperatures. Think about it, my dear students. Don't jump into any conclusions. Think and answer. എല്ലാവരും പോസ് അടിച്ച് തിങ്ക് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. പാർഷ്യൽ പ്രഷർ ഓൺ y ആക്സിസും മോൾ ഫ്രാക്ഷൻ ഓൺ x ആക്സിസും. എന്നിട്ട് ഇങ്ങനെ 3-4 ലൈൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇത് T1ഉം ഇത് T2ഉം ഇത് T3ഉം ഇത് T4ഉം കൊടുക്കുകയാണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്കറിയാം സ്ലോപ്പ് വരുന്നത് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. യെസ് ഓർ നോ? സോ ഗ്രേറ്റർ ദ സ്ലോപ്പ്, KH value increases implies slope increases. Yes or no? Slope increases. Yes or no, my dear students? Yes or no? Partial pressure versus chi. ഇവിടെ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ solubility versus partial pressure ആണ്. Chi versus partial pressure ആണ്. അവിടെ partial pressure versus chi. അതായത് this is basically according to P is equal to KH into chi equation. Y equal to mx നെ relate ചെയ്തുകൊണ്ട്. Slope is KH. KH increases, slope increases. And when does KH increases? You know that temperature increases, KH increases. Temperature increases, KH increases. അതായത് whichever has the highest slope, that will be the highest temperature. അതായത് T1 will be the highest over here, then comes T2, then comes T3, then comes T4. അപ്പോൾ my dear students, എനിക്ക് ഇവിടെ നേരെ തിരിച്ചായിരിക്കും വന്നത്. T1 will be lesser than T2, will be lesser than T3, will be lesser than T4. അതെന്തുകൊണ്ടാണ് സാറേ അങ്ങനെ വന്നത്? വളരെ സിമ്പിൾ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ സോളിബിലിറ്റി വേഴ്സസ് പാർഷ്യൽ പ്രഷർ ആണ്. അതായത് നമ്മൾ ഈ ഇക്വേഷനെ ഞാനൊന്ന് മാറ്റി എഴുതി. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് chi is equal to 1/kh into partial pressure. And this if you equate it to y equal to mx, ഇതിൽ സ്ലോപ്പ് എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? സ്ലോപ്പ് is equal to 1/kh. സ്ലോപ്പ് is inversely proportional to kh. നമ്മൾ ഇങ്ങനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് KH കൂടുന്തോറും സ്ലോപ്പ് കുറയും. അപ്പൊ KH ഏറ്റവും കൂടുതൽ ഉള്ളിടത്ത് സ്ലോപ്പ് ഏറ്റവും കുറവായിരിക്കും. സ്ലോപ്പ് ഏറ്റവും കുറവ് T4നാണ്. സ്ലോപ്പ് ഏറ്റവും കുറവ് T4നാണ്. അപ്പൊ KH വാല്യൂ ഏറ്റവും കൂടുതൽ അതിനായിരിക്കും. KH വാല്യൂ കൂടിയതിന്റെ അർത്ഥം എന്താണ്? ടെമ്പറേച്ചർ കൂടുതലാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. KH കൂടുമ്പോൾ സ്ലോപ്പ് കുറയും. സ്ലോപ്പ് ഏറ്റവും കുറവ് ഏതാ? T4ന്. സ്ലോപ്പ് കുറവ് T4ന്, KH കൂടുതൽ T4ന്. KH കൂടുതൽ T4ന്, T4 will be the highest temperature, then T3, then T2, then T1. അപ്പൊ ഈ രണ്ട് ഗ്രാഫ് മനസ്സിൽ വെക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. they can confuse you guys with this. മറക്കല്ലേ. Okay, my dear champions? Yes or no? Got it? നമുക്കിനി ചെറിയ ആപ്ലിക്കേഷൻസ് നോക്കാം ഇതിന്റെ. Obviously, first application നമുക്കറിയാം, to increase the solubility of CO2 in soft drinks and soda water, the bottle is sealed under high pressure. അതായത് വളരെ പ്രഷറിലാണ് സീൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും പാർഷ്യൽ പ്രഷർ കൂടുമ്പോൾ we know that pressure is directly proportional to solubility. Partial pressure is directly proportional to solubility. Pressure അത്രയും കൂടുതലാണെങ്കിൽ solubility കൂടുതലായിരിക്കും. Solubility കൂടുതലാണെങ്കിൽ taste the thunder. അല്ലേ? പിന്നെ next, the tanks used by scuba divers are filled with air diluted with helium, 11.7% helium, 56.2% nitrogen and 32.1% oxygen to avoid toxic effects of high concentration of nitrogen in the blood. ഇതിന്റെ അർത്ഥം എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? അതായത് ഈ സ്കൂബ ഡൈവേഴ്സിനെ നിങ്ങൾക്കറിയാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവമാണ്. സ്കൂബ ഡൈവേഴ്സ് ഇസ് ബേസിക്കലി ഇവന്മാർ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. ഒരു പണിയില്ലാത്തവരാ. അതായത് ഇവന്മാർ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇവന്മാരുടെ മേളിലേക്ക് ദ പ്രഷർ ദാറ്റ് ഇസ് ഗെറ്റിംഗ് ഇൻ ടു ദം ഇസ് വെരി ഹൈ. കാര്യം എന്താണ്? ഇവിടെ നിൽക്കുന്ന ഒരാളുടെ, സീ ലെവലിൽ നിൽക്കുന്ന ഒരാളുടെയും സീയുടെ അടിയിൽ പോയ ഒരാളുടെയും പ്രഷർ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാ? കാര്യം ഇവിടെ അവന് ഈ വാട്ടറിന്റെ വെയിറ്റും കൂടി വരുന്നുണ്ട്. അവന്റെ മേളിലുള്ള വാട്ടറിന്റെ വെയിറ്റും കൂടി വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അണ്ടർ ദ സീ വാട്ടറിന്റെ വെയിറ്റ് വരുന്നുണ്ട്, അതിന്റെ മേളിലുള്ള ഗ്യാസസിന്റെ എല്ലാത്തിന്റെയും വെയിറ്റ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രഷർ കൂടും. ഒബ്വിയസ്ലി മൈ ഡിയർ സ്റ്റുഡൻസ്, പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. ഈ പ്രഷർ കൂടുമ്പോൾ എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ പ്രഷർ കൂടുമ്പോൾ we know that pressure is directly proportional to the solubility of the gas. ഇവിടെ എന്തിൽ സോല്യൂബിൾ ആവുന്ന കാര്യം പറയണ? ബ്ലഡ്. അതായത് ഈ പറഞ്ഞ ഗ്യാസസ് നൈട്രജനും ഓക്സിജനും ഒക്കെ ബ്ലഡിലേക്ക് എരച്ചു കയറും പ്രഷർ കൂടുമ്പോൾ.
the amount of these gases dissolved in the blood will increase. Yes or no, my dear students? Yes or no, my dear champions? The amount of these gases present in the blood will increase. എന്തുകൊണ്ടാണ് പ്രഷർ കൂടുതലാണ്? ഇവിടെ സാധാ സീ ലെവലിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് വേണ്ട ഓക്സിജനും നൈട്രജനും ബ്ലഡിലേക്ക് കയറുന്നുള്ളൂ. പക്ഷെ താഴ്ത്തോട്ട് വരുമ്പോൾ അത് കൂടും. അതിനെ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ആ ഓക്സിജൻ സിലിണ്ടറിൽ എയർ നിറയ്ക്കുന്നത്, പ്യുവർ എയർ നിറയ്ക്കുന്നതിലും നല്ലത് ദേ ബേസിക്കലി മിക്സ് ഇറ്റ് വിത്ത് നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഹീലിയം. ഈ ഹീലിയം മിക്സ് ചെയ്യുമ്പോൾ എന്താ പറ്റണത്? The total number of particles, total number of gas particles in that increases. Partial pressure of nitrogen decreases. Partial pressure of, ഇപ്പൊ ഞാൻ പറയാണ്, partial pressure of nitrogen എന്താണ്? We know Dalton's law of partial pressure. Dalton's law of partial pressure says that it's nothing but mole fraction of nitrogen into total pressure. ഈ ടോട്ടൽ പ്രഷറിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഈ മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജനെ എങ്ങനെയെങ്കിലും കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ കുറയ്ക്കാൻ പറ്റും. പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് solubility of nitrogen, this is basically, this sky represents solubility of nitrogen in the blood. ഈ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് solubility of nitrogen കുറയ്ക്കാൻ പറ്റും. എന്തില്? ബ്ലഡിൽ. പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ എങ്ങനെ കുറയ്ക്കണേ? മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ കുറച്ചിട്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ എങ്ങനെ കുറയ്ക്കണേ? ഞാൻ കുറച്ച് ഹീലിയം കൊണ്ടിടും. ഹീലിയം കൊണ്ടിടുമ്പോൾ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൂടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ സെയിം ആയിരിക്കും, പക്ഷെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൂടും. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കുറയും. മോൾ ഫ്രാക്ഷൻ കുറയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ കുറയും. പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ കുറയുമ്പോൾ solubility of nitrogen dissolve, or basically solubility, the dissolved nitrogen in the blood decreases. Got it, my dear students? അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഹീലിയമോ? അപ്പൊ ഹീലിയം വിഷമുള്ളതല്ലേ? ഹീലിയത്തിനെ കൊണ്ട് ഗൈസ്, ഹീലിയത്തിന്റെ സോലിബിലിറ്റി വളരെ കുറവാണ് ബ്ലഡിൽ. ഹീലിയം അങ്ങനെ പണി തരില്ല, അതുകൊണ്ടാണ് ഹീലിയം ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ എന്ത് ഗ്യാസ് കൊണ്ടിട്ടാലും നടക്കുന്നാവും അല്ലേ? എന്ത് ഗ്യാസ് കൊണ്ടിട്ടാലും മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ കുറയും. എന്തുകൊണ്ടാണ് ഹീലിയം ചൂസ് ചെയ്തത്? കാര്യം ഹീലിയം അത്രയ്ക്ക് ബ്ലഡിലേക്ക് കയറില്ല. ഓക്കെ, സോലിബിലിറ്റി ലെസ് ആണ്. അപ്പൊ ഇതും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മൂന്നാമതാണ്, ഞാൻ പറഞ്ഞില്ലേ റോത്താങ് പാസിന്റെ കഥ. നമ്മൾ ഹിമാലയത്തിലേക്കൊക്കെ ട്രെക്കിൽ പോകുമ്പോൾ നമ്മുടെ ഗൈഡ് ആദ്യം പറയുന്ന കാര്യമാണ്, സാറേ ഓടിച്ചാടി നടക്കരുത്, പണി കിട്ടും. എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മൾ മേളിൽ നിൽക്കുമ്പോൾ, നമ്മളിപ്പോൾ സീ ലെവലിൽ നിൽക്കുകയാണ്. നമ്മൾ സീ ലെവലിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രഷർ കുറവാണ്. നമ്മളൊരു കുന്നിന്റെ മേളിലാണ് നിൽക്കണമെങ്കിൽ നമ്മുടെ പ്രഷർ വളരെ കുറവായിരിക്കും. പ്രഷർ വിൽ ബി ലെസ്. പ്രഷർ വിൽ ബി ലെസ്. Pressure will be less. Pressure will be less. Pressure less ആവുമ്പോൾ എന്ത് പറ്റും, my dear students? We know partial pressure is directly proportional to solubility. Pressure less ആവുമ്പോൾ നമ്മുടെ dissolved oxygen, ബ്ലഡിലുള്ള dissolved oxygen പുറത്തേക്ക് വരാൻ തുടങ്ങും. Yes or no, my dear students? Yes or no? Dissolved oxygen പുറത്തോട്ട് വരും, my dear students. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ബ്ലഡ് ഓക്സിജൻ കിട്ടില്ല ബോഡി ഫങ്ഷൻ ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ പെട്ടെന്ന് കിതയ്ക്കാനൊക്കെ തുടങ്ങും. Got it? So all of this is related to Henry's law. നമ്മൾ എവിടെ നിന്ന് എവിടെ വരെ എത്തി, my dear students? Everything is connected അല്ലേ? ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. Let's get into some of the questions over here, my dear students. എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. First question, which one of the following statements regarding Henry's law is not correct? Which among the following statements is not correct? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ഡിഫറെന്റ് ഗ്യാസസ് ഹാവ് ഡിഫറെന്റ് KH, ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് വാല്യൂസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. ഡിഫറെന്റ് ഗ്യാസസ് ഹാവ് ഡിഫറെന്റ് KH values at the same temperature. Obviously, higher the value of KH at a given pressure, higher is the solubility of the gas in the liquids. No, നമുക്കറിയാം P is equal to KH into chi. അപ്പൊ P കോൺസ്റ്റന്റ് ആണെങ്കിൽ KH കൂട്ടുകയാണെങ്കിൽ my dear students, KH കൂട്ടുകയാണെങ്കിൽ കൈ കുറയുള്ളൂ. കാര്യം പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണ്ടേ, my dear students. So this is the wrong statement. Third, the value of KH increases with increase of temperature and KH is a function of the nature of the gas. Absolutely. Temperature കൂടുമ്പോൾ KH കൂടുന്നു. നമ്മൾ ഇത് ഓൾറെഡി കണ്ടതാണ്. Next, the partial pressure of the gas in vapor phase is proportional to the mole fraction of the gas in the solution. Obviously, അത് തന്നെയാണ് Henry's law. Partial pressure of the gas in the vapor phase is proportional to the mole fraction of the gas in the solution. Adu thaneyanu Henry's law. Obviously, these statements are absolutely correct, my dear students. Okay, let's move on to the next question.
For the solution of the gases W, X, Y and Z in water, okay, at 298 Kelvin, the Henry's law constants KH are 0.5, 2, 35 and 40 kilobar. Okay, kilobar ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, kilobar respectively. The correct plot for the given data is. ഈ ഡേറ്റ നിങ്ങൾ നോക്കുമ്പോൾ ചാടി കയറി നിങ്ങൾ വിചാരിക്കും സാർ ഇതെന്താ ഇങ്ങനെ നെഗറ്റീവ് സ്ലോപ്പിൽ. അപ്പം നിങ്ങൾ കുറേ പേര് മിക്കാനും ഡി സെലക്ട് ചെയ്ത് കാണും. ഡി സെലക്ട് ചെയ്തവന്മാർക്കൊക്കെ പണി കിട്ടി കാണും. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ നിങ്ങൾക്ക് പാർഷ്യൽ പ്രഷർ ഇസ് ഓൺ ദ വൈ ആക്സിസ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ് യു ഹാവ് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഇൻ ദി എക്സ് ആക്സിസ്. അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ആണ് എക്സ് ആക്സിസിലുള്ളത്. നമ്മൾ പഠിച്ചതൊക്കെ എങ്ങനെയാണ്? പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഇൻടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഓഫ് ദ സൊല്യൂട്ട്. അതുകൊണ്ടാണ് നമുക്ക് പോസിറ്റീവ് സ്ലോപ്പ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ വരുന്നത് അല്ലേ? നേരെ മറിച്ച് ഇവനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു KH ഇൻടു 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ എന്നിടാം. We know sum of mole fractions is equal to 1. So this can be written like this. So partial pressure is equal to KH minus KH into mole fraction of H2O. Alright? Partial pressure is equal to KH minus KH into mole fraction of H2O. This is nothing but Y is equal to C plus MX. Y എന്താണ് P, C എന്താണ് KH, M is equal to minus KH. M is equal to minus KH, my dear students. Yes or no? Yes or no, my dear students? Fine. M is equal to minus KH. Slope is equal to minus KH. അതായത് നമ്മൾ നോക്കുമ്പോൾ ഡബ്ല്യൂയുടെ വാല്യൂ എന്താണ്? 0.5. ഡബ്ല്യൂയുടെ വാല്യൂ എന്താണ്? 0.5. സെഡിന്റെ വാല്യൂ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? 40 മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് KH ഓവർ ഹിയർ. സോ വിച്ച് ഗ്രാഫ് വുഡ് ബി ദ മോസ്റ്റ് ആപ്റ്റ് ഗ്രാഫ് മൈ ഡിയർ ചാമ്പ്യൻസ്? എല്ലാവരും നോക്കുക. വിച്ച് ഗ്രാഫ് വുഡ് ബി ദ മോസ്റ്റ് ആപ്റ്റ് ഗ്രാഫ്? Which graph would be the most apt graph, my dear students? The most apt graph ഞാൻ പറയുകയാണെങ്കിൽ, the most apt graph ഞാൻ പറയുകയാണെങ്കിൽ, this one would be the most apt graph. Yes or no, my dear students? Yes or no? Yes or no, my dear champions? എന്തുകൊണ്ടാണ്? സ്ലോപ്പ് എന്താണ്? മൈനസ് KH. അപ്പോൾ സ്ലോപ്പ് ഡബ്ല്യൂയുടെ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? മൈനസ് 0.5. Yes or no? Z-ന്റെ വാല്യൂയുടെ സ്ലോപ്പ് എന്തായിരിക്കും? മൈനസ് 40. Yes or no, my dear champions? Yes or no, my dear champions? W ആയിരിക്കും ലീസ്റ്റ് നെഗറ്റീവ് സ്ലോപ്പ്. Z ആയിരിക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സ്ലോപ്പ്. Z-നായിരിക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സ്ലോപ്പ്. Yes or no, my dear students? Fine. So basically this would be the correct answer. Got it? ആ ഗ്രാഫിന്റെ സ്ലാന്റ് നോക്കിയാൽ തന്നെ അറിയാം മൈ ഡിയർ സ്റ്റുഡൻസ്. ആ ഗ്രാഫിന്റെ സ്ലാന്റ് നോക്കിയാൽ തന്നെ അറിയാം മൈ ഡിയർ ചാമ്പ്യൻസ് അല്ലേ? ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സ്ലോപ്പ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവന്, അത് കഴിഞ്ഞിട്ട് ഇവന്, അത് കഴിഞ്ഞിട്ടായിരിക്കും ഡബ്ല്യൂന്. സെഡിനായിരിക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സ്ലോപ്പ് വരുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്. ലുക്ക് അറ്റ് ദാറ്റ്. ലുക്ക് അറ്റ് ദ ആംഗിൾ ഇറ്റ് മേക്സ് വിത്ത് ദി എക്സ് ആക്സിസ്. യെസ് ഓർ നോ, മൈ ഡിയർ സ്റ്റുഡൻസ്? അതായത് കൂടുതൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും തോറും, കൂടുതൽ ലൈൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും തോറും ഇറ്റ് ബിക്കംസ് ലെസർ ആൻഡ് ലെസർ നെഗറ്റീവ്. യെസ് ഓർ നോ? കൂടുതൽ ലൈൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും തോറും, ഇറ്റ് ബിക്കംസ് ലെസർ ആൻഡ് ലെസർ നെഗറ്റീവ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ W വിൽ ബി ദ ലീസ്റ്റ് നെഗറ്റീവ്. യെസ് ഓർ നോ, മൈ ഡിയർ ചാമ്പ്യൻസ്? ഇത് നിങ്ങൾ മാത്സിൽ പഠിച്ചാണ്, ട്രിഗ്നോമെട്രി. ബിക്കോസ് അൾട്ടിമേറ്റ്ലി വാട്ട് ഇസ് സ്ലോപ്പ്? ടാൻ തീറ്റയാണ് സ്ലോപ്പ്. Yes or no? Yes or no? As theta value increases, idana theta value, as theta value increases, my dear students, what will happen? It becomes lesser and lesser negative. Yes or no? Got it? Adana logic. Don't forget this. Next, the Henry's law constant
for the solubility of N2 gas in water at 298 Kelvin is 10 power 5 atm. Okay, 10 power 5 atm nu vannundu. The mole fraction of N2 in air is 0.8. The number of moles of N2 from air dissolved in 10 moles of water of 298 Kelvin and 5 atm pressure is. So basically നമുക്ക് ഒരു കണ്ടെയ്നറിൽ വെള്ളം തന്നുണ്ട്. ആ വെള്ളം തന്നുണ്ട്. നമുക്ക് അറിയാം ഇവിടെ കുറേ ഗ്യാസസ് ഉണ്ട്. N2 ഗ്യാസ് ഉണ്ടാവും, O2 ഗ്യാസ് ഉണ്ടാവും, ഇഷ്ടം പോലെ ഗ്യാസ് ഉണ്ടാവും. N2 ഉണ്ടാവും, O2 ഉണ്ടാവും, CO2 ഉണ്ടാവും, ഇഷ്ടം പോലെ ഗ്യാസ് ഉണ്ട്. അവർ തന്നക്കണത് എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? മോൾ ഫ്രാക്ഷൻ ഓഫ് N2. മോൾ ഫ്രാക്ഷൻ ഓഫ് N2, അതായത് ഇത് വെള്ളം, താഴത്തുള്ള വെള്ളം, ഇതിന്റെ മേളിൽ കുറേ ഗ്യാസസ് ഉണ്ട്. ആ കുറേ ഗ്യാസസിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് N2 എത്രയാണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് N2 in air. മോൾ ഫ്രാക്ഷൻ ഓഫ് N2 in air is equal to 0.8. Mole fraction of N2 in air, mole fraction of N2 in air, mole fraction of N2 in air is equal to 0.8. My dear students, ഇവിടെ നിങ്ങൾ വലിയൊരു മിസ്റ്റേക്ക് നടത്തും. നിങ്ങൾ വിചാരിക്കും ഈ മോൾ ഫ്രാക്ഷൻ ആണ് N2 ന്റെ ഡിസോൾവ്ഡ് മോൾ ഫ്രാക്ഷൻ. അല്ല, ഇത് മോൾ ഫ്രാക്ഷൻ ഓഫ് N2 in air ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. Yes or no? We still don't know what is a mole fraction of N2 that is dissolved. അതാണ് ഹെൻറീസ് ലോയിലുള്ള മോൾ ഫ്രാക്ഷൻ. ഈ മോൾ ഫ്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് N2 in air ആണ്. Got it? നമുക്കറിയാം പാർഷ്യൽ പ്രഷർ ഓഫ് N2 is equal to KH value into mole fraction of N2 in solution. So അത് ഞാൻ ഇങ്ങനെ ഇടാം കേട്ടോ. മോൾ ഫ്രാക്ഷൻ ഓഫ് N2 in solution chi dash 1 N2 എന്ന് ഇടാം. ഇത് chi N2, ഇത് മോൾ ഫ്രാക്ഷൻ ഓഫ് N2 in air, ഇത് chi dash N2. ഇവനെയാണ് നമുക്ക് വേണ്ടത്. ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് N2 എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് N2 we all know, Dalton's law പാർഷ്യൽ പ്രഷർ വെച്ചിട്ട് we all know it is mole fraction into total pressure. മോൾ ഫ്രാക്ഷൻ എത്രയാണ്? മോൾ ഫ്രാക്ഷൻ in the air mixture. ഈ എയർ മിക്സ്ചറിലെ മോൾ ഫ്രാക്ഷൻ എത്രയാണ്? 0.8. So that 0.8 into total pressure, that is equal to 5, that is equal to 4 atm. atm അല്ലേ? 4 atm is the partial pressure of N2. എല്ലാവരും നോക്കുക, ഇവിടെ നമ്മൾ യൂസ് ചെയ്ത മോൾ ഫ്രാക്ഷൻ ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷൻ ആണ്. കാര്യം ഈ ലോ എന്ന് പറയുന്നത് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ്. ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസ് ലൈക്ക് ദിസ്, N2 ഉണ്ട്, O2 ഉണ്ട്, CO2 ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസ് ലൈക്ക് ദിസ്, വാട്ട് ഇസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ്? Mole fraction of the gas in the mixture, in the gaseous mixture, multiplied by total pressure. Total pressure 5 ആണ്. So 5 into 0.8 is equal to 4 atm. കഴിഞ്ഞു. എന്ത് ആൻസർ കഴിഞ്ഞിട്ടില്ല. So partial pressure of N2 is equal to 4. KH value എത്രയാണ് my dear students? KH value എത്രയാണ് my dear students? KH value എത്രയാണ്? Henry's law constant of the solubility of N2 gas in water is 10 power 5. Okay, this is 10 power 5, my dear students. This is 10 power 5 into mole fraction. There's mole fraction over here. We don't know. Appa mole fraction of N2 in the liquid phase or mole fraction of N2 in the solution phase എത്രയാണ്? 4 divided by 10 power 5. That is 4 into 10 power minus 5. ഇനി ഇതാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അല്ല. The number of moles of N2 from air dissolved in 10 moles of water. അതായത് നമുക്കറിയാം ഇത് 10 മോൾ, we have 10 moles of water over here, 10 H2O over here. We have to find how many moles of N2 is dissolved in this. അതിനാണ് അവന്മാർ ഈ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. So everyone look over here. എല്ലാവരും നോക്കുക my dear students. Finally what we have to do is എല്ലാവരും നോക്കുക. Finally, what we have to do is, we know that number of moles of N2 divided by number of moles of N2 plus number of moles of water is equal to mole fraction of N2. ഇതറിയാലോ mole fraction the formula. Number of moles of N2 divided by number of moles of N2 plus number of moles of water is equal to this. ഇത് സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, വി ക്യാൻ സേ ദാറ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 is very very less than number of moles of water. അത് തന്നിട്ടില്ല മൈ ഡിയർ സ്റ്റുഡൻസ്, ബട്ട് ഫോർ ഈസിയർ കാൽക്കുലേഷൻ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മൈ ഡിയർ ചാമ്പ്യൻസ്. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്.
number of moles of N2 divided by number of moles of N2 plus number of moles of water ne ഞാൻ ഇങ്ങനെ എടുത്തു. number of moles of N2 divided by number of moles of water. എന്തുകൊണ്ട്? considering that it's a very dilute solution. അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടും മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്, വി ആർ ഗെറ്റിംഗ് ബ്യൂട്ടിഫുൾ ആൻസേഴ്സ് ഓവർ ഹിയർ. 4 into ആണ് വരുന്നത്. സോ ബേസിക്കലി ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു 4 into 10 power minus 5. So what is number of moles of N2? Number of moles of N2 is number of moles of H2O multiplied by this. That is 10 into 4 into 10 power minus 5. That is equal to 4 into 10 power minus 4 is the answer. അപ്പോൾ ഇവിടെ ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവസാനത്തെ കാര്യമാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 വളരെ ചെറുതായിരിക്കും. ഓക്കെ, നിങ്ങൾ നോക്ക്, ഞാനൊരു ക്ലൂ എടുത്തതാണ് ഈ ഓപ്ഷൻസിൽ നിന്ന്. നമ്പർ ഓഫ് മോൾസ് ഓഫ് N2യുടെ വാല്യൂസ് ഓപ്ഷൻസ് നോക്കൂ, വളരെ ചെറുതാണ്. അപ്പോൾ ഈ 10 വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് വാല്യൂ ഇസ് ഗോയിങ് ടു ബി എക്സ്ട്രീംലി സ്മോൾ ഓൺലി മൈ ഡിയർ സ്റ്റുഡൻസ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് പ്ലസ് ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O itself, that is 10. Got it, my dear champions? ഇതൊരു പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. എന്നാലും വളരെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കണക്ട്സ് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് വിത്ത് ഹെൻറീസ് ലോ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, സോ അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. ദാറ്റ്സ് ഇറ്റ്. സോ ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. പ്ലീസ് ഗോ ത്രൂ ദ സെഷൻ വൺസ് മോർ. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൈ പൊക്കിയിട്ട് കാര്യമില്ല. പ്ലീസ് കമൻറ്റ് ബിലോ മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തേക്ക് സുലാൻ. പക്ഷെ സുലാൻ പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, സോ സ്റ്റേ ട്യൂൺഡ് ഫോർ രസകരമായ സെഷൻസ്. ഓക്കെ, ഇനിയും കുറേ പഠിക്കാനുണ്ട്. എല്ലാം കാണുക മൈ ഡിയർ സ്റ്റുഡൻസ്. ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ മോട്ടിവേറ്റഡ്. ലവ് യു ഗൈസ്. ബൈ ബൈ മൈ ഡിയർ സ്റ്റുഡൻസ്.